ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള സമയത്തെ വീഡിയോ ആണ് കേട്ടോ. ആ സമയത്ത് നോമ്പാണ്. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ പോകുന്നത് എമിറേറ്റ്സ് മാൾക്കാണ് കേട്ടോ, എടപ്പാൾ. അപ്പോൾ പത്തൂരിനെ ഒന്ന് ചില്ലാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ആളാണെങ്കിൽ പോണ ഡേ ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ നമ്മൾ നൈറ്റായിരുന്നു ആൾ പോയിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പക്കൽ മോളായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതേ അവളെ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ ഇതാക്കാറില്ല. എപ്പോഴും നമ്മുടെ തോളിൽ അവക്കത്തൊക്കെ ആയിട്ടാവും ഉണ്ടാവാറ്. അപ്പോൾ അന്നത്തെ ഡേ ഇക്കാരുടെ ഒരു ധൈര്യത്തിൽ അവളെ ഞാൻ അങ്ങനെ നിലത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് അവൾ നടക്കാണ് കേട്ടോ. അവൾ നേരെ പോവുക, ഓരോന്ന് നോക്കുക, പിടിച്ച് വലിച്ചിടാൻ വേണ്ടി ഇങ്ങനെ പോവുക കേട്ടോ. ഓരോ ഷോപ്പിൻ്റെ ഉള്ളിലായിരിക്കും ഇങ്ങനെ പോയോണ്ടിരിക്കുക. ആളെ പിടിച്ചാലേ കിട്ടില്ല. ചിലതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു, ചിലതൊക്കെ നമ്മൾ ആസ്വദിച്ചു കേട്ടോ. ഞാനങ്ങനെ എന്താ പറയുക, ഷൂട്ട് ചെയ്യാൻ നിന്നില്ല എന്ന് തന്നെ പറയാം. 10 ദിവസത്തിനായിട്ട് ഞങ്ങൾ ടോയിലൊക്കെ ഇരുത്തി കൊടുത്തിട്ടാണ് ടോയ്സിലൊക്കെ. അവൾക്ക് അതൊക്കെ എല്ലാവരും എൻ്റർടൈൻമെൻ്റ് എന്ന് എഴുതിയിട്ട്. പിന്നെ നമുക്കും അത് തന്നെയായിരുന്നു. പിന്നെ റമദാൻ നമുക്ക് ഫുഡും കാര്യമൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നേരെ അവളെ ഓരോന്നിട്ടിങ്ങനെ എഴുത്താനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അത് ഞങ്ങൾ ഇരിക്കുമെന്ന് തന്നെ അറിയില്ല. എന്നിട്ടും കോയിന് ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബാക്കി കാർഡാക്കിയതാണ് കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ നമ്മൾ വയ്ക്കാനൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഇങ്ങനെ പോകാറൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴേ പോക്കുള്ളൂ കേട്ടോ. 10 ദിവസം എല്ലാം ആദ്യം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യണം എന്തൊക്കെയുണ്ട്. പിന്നെ അവിടുത്തെ എന്താ പറയുക, ചേട്ടന്മാരായിട്ട് ഭയങ്കര കമ്പനി ആയിക്കണം കേട്ടോ. ലാസ്റ്റ് പിന്നെ ഭയങ്കര അലസലായി തിരിച്ച് പോണേന്. നമുക്കാണെങ്കിൽ തീരെ ടൈമും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള സമയമൊക്കെ അവളെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ വന്നതാണ്. അവൾക്ക് എന്ത് ചെയ്യുന്നറിയാം, അവൾക്ക് കൂടുതൽ ഇഷ്ടം ഫിഷിനോടാട്ടോ. അപ്പോൾ ഇങ്ങനെ ഫിഷ് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവളങ്ങനെ നോക്കാം. ആ ഗെയിമൊന്നും അവൾ കളിക്കാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ അവളെ ഇങ്ങനെ നോക്കിയിട്ട് എന്തൊക്കെയോ ചുണ്ടിട്ട് എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ. അപ്പം അനങ്ങിയ ചുണ്ടിട്ട് ഓരോന്ന് കാട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അവൾ എന്തോ കാര്യത്തിൽ നോക്കുക, എല്ലാം അറിയണ പോലെ കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ സമയം മീൻസ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ആൾ ഖത്തറിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നാട്ടിലുള്ള സമയത്തെ വ്ളോഗാണ്. റമദാനൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ അതിന് മുന്നേ ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്താ പറയുക, എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ വോയിസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഒക്കെ പോയതിൻ്റെ ശേഷം കേട്ടോ. പിന്നെ മോളെ ഞങ്ങളിതാ അങ്ങനെ കളിപ്പിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവളെ എങ്ങനെയെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈമാണ് അവളെ ഇങ്ങനെ ഓരോന്നിൽ ഇരുത്തി കൊടുക്കണത് കേട്ടോ. പിന്നെ അവൾ ഭയങ്കര തിരിക്കാനൊക്കെ തുടങ്ങിയിട്ട് ഫസ്റ്റ് അതിങ്ങനെ ഞെട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അവൾ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ അന്ന്. പക്ഷെ നൈറ്റാണ് പ്രശ്നമായത്. ആൾ പോയപ്പോഴുള്ള ഒരു സങ്കടമൊക്കെ. അവന് 10 ദിവസമാണെങ്കിലും ഇതുവരെയൊക്കെ വന്നിട്ട് അങ്ങനെ ഇക്കാനടുത്തേക്ക് പോകുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഭയങ്കരമായിട്ട് അഡിക്റ്റായി. എയർപോർട്ടിൽ നിന്ന് കണ്ടപ്പോഴേ ഭയങ്കര ഇക്കാനടുത്ത് പോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പോകുമ്പോൾ ഭയങ്കര കരച്ചിലായി. അത് നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടമാവും. അങ്ങനെ ആയിരുന്നു കേട്ടോ. പിന്നെ അവളെ ഞങ്ങളിങ്ങനെ കളിപ്പിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇതിലേത് ടോയാണ് വേണ്ടതെന്ന് അവളോട് തന്നെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അവൾ സെലക്ട് ചെയ്യട്ടെ എന്ന് അവരും പറഞ്ഞു. പിന്നെ അവളെ അങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൾ ഇരിക്കട്ടെ എന്ന് ഞങ്ങളും കരുതി. അങ്ങനെ പിന്നെ അവൾക്ക് ഏതാ വേണ്ടി ചിരുത്തി. ഇതാട്ടോ ലാസ്റ്റ് അവൾ ട്രൈ ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ പോകാമെന്ന് കരുതിട്ടോ. ചെറിയൊരു മിനി വ്ളോഗാണ്. ഇനി നമുക്ക് ലോങ് വീഡിയോ ആയിട്ടൊക്കെ വരാം ഇൻഷാ അല്ലാഹ്. നമ്മളിങ്ങനെ കോയിൻ എടുത്തതിന് ശേഷം അതിലേക്ക് കോയിന് ഇട്ടതിൻ്റെ ശേഷം കേട്ടോ അത് വർക്ക് ചെയ്യുക. നമ്മൾ അതിന് ക്യാഷ് ആദ്യം കൊടുക്കണം കേട്ടോ. എത്ര കോയിന് ഇത്രയൊക്കെ ഉണ്ട്, അതിനനുസരിച്ചിട്ട് കറക്റ്റ് റേറ്റും കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ പോയി പോക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. പിന്നെ അവൾ ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഭയങ്കര കരച്ചിൽ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വാശിയിലാട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ അറിയിക്കുക. പുതിയ വീഡിയോ നാളെ വരാം. ബൈ. അസ്സലാമു അലൈക്കും.